എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ചൂടുള്ള ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എനർജി തരുന്ന ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളമാണ് നമ്മളിതിൽ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൺചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചതച്ച കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഗ്ലാസ് നിറച്ചും കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി. ഈ കടുത്ത ചൂടിൽ നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളിരസം ഇഷ്ടമാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് കാണാം. അടുത്ത രീതിയിൽ തയ്യാറാക്കാനായിട്ട് വീണ്ടും ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുകയാണ്. ഇതിൽ നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ലേശം ഇഞ്ചി ചതച്ചത്, ചെറിയ ഉള്ളി 2-3 എണ്ണം ചതച്ചതും പിന്നെ ഒരു പച്ചമുളക് കീറിയതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുള്ളവർ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ആ ഒരു പച്ചക്കുത്ത് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒരു വലിയ ഗ്ലാസ് നിറച്ചും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രണ്ടാമത്തെ രീതിയിലുള്ള ഡ്രിങ്ക്. അപ്പോൾ അതും തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ ഒരു ചൂട് കാലത്ത് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി മുമ്പേ തന്നെ ചെയ്ത് നോക്കിയിട്ട് അറിയാമെന്നുള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്